വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച വയനാട്ടിലെ പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനുമാണ് കേസ്. പുൽപ്പള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. സുർജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങളുടെ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ ഉടനടി ഈ കേസിൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമോ? ഗോകുൽ, വളരെ ഗൗരവത്തിലാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ ഫോറസ്റ്റ് ജീപ്പിനെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്ത ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു പ്രതിഷേധമെങ്കിൽ പിന്നീട് അത് വലിയ അളവിൽ അത് അക്രമോത്സുക സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് നിലവിൽ 5 FIR-കൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മൃതദേഹം തടഞ്ഞതിനും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും ഉൾപ്പെടെ ആണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ വീട്ടിൽ മൃതദേഹം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു പാക്കത്തെ വീട്ടിൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 100ഓളം പേർക്കെതിരെയാണ് നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് പോലീസ്. ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ ഫോറസ്റ്റ് ജീപ്പ് ആക്രമിച്ചെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം തന്നെ വയനാട് ജില്ലയിൽ എത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. എന്തായാലും അന്വേഷണം നടത്തി ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഗോകുൽ. ശരി സുർജിത്ത്, വയനാട്ടിൽ വനം വകുപ്പ് താൽക്കാലിക വാച്ചറായിരുന്ന ജീവനക്കാരനായിരുന്ന പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഇന്നത്തെ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. അതിൽ വനം വകുപ്പ് ജീപ്പ് അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജീപ്പിന്റെ കാറ്റഴിച്ചു വിടുകയും വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശുവിന്റെ ജഡം ആ ബോണറ്റിൽ കെട്ടിവെക്കുകയും ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായി. ജനപ്രതിനിധികൾക്ക് നേരെയും വലിയ കുപ്പിയേർ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സംഭവത്തിലാണ് ഏതായാലും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.